Hello friends, welcome back to our channel Tech and Vlog Safari. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ക്യാൻവസ് ട്രൈപോഡ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ക്യാൻവസ് സ്റ്റാൻഡ് എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. അതിന്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള പേര് എനിക്കറിയില്ല. അപ്പോൾ ആ പേര് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് സംഭവത്തിന് കിടക്കുന്നത്. 1200 രൂപയൊക്കെയാണ് ആ ചെറിയ നമ്മുടെ ക്യാൻവസ് വെക്കുന്ന ട്രൈപോഡിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് അല്ലേ, അപ്പോൾ നമ്മൾ ബി ക്രിയേറ്റീവായിട്ട് നമുക്ക് തന്നെ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്യാൻവസ് സ്റ്റാൻഡ് നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ എൽസയോ എന്തോ ഒരു പേരാണ്, എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്ന താഴെ കമൻറ്റ് ചെയ്യുക. അത് നമ്മുടെ ഒരു ആഗ്രഹപ്രകാരമായിട്ടോ നമ്മൾ ഈ ഒരു ക്യാൻവസ് സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ക്യാൻവസിൽ പെയിൻറ് ചെയ്യുന്നത് ആദ്യം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ക്യാൻവസിൽ പെയിൻറ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തുള്ള ഒരു ആഗ്രഹമാണ് ക്യാൻവസ് സ്റ്റാൻഡിൽ വെച്ച് പെയിൻറ് ചെയ്യുകയാണ് കുറച്ചും കൂടി ഒരു കംഫർട്ട് എന്നൊക്കെ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാൻവസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരാലോചനയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. ഇവിടെ മഴക്കുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ നമ്മുടെ ക്യാൻവസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഇപ്പോൾ പോലെ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ആഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതാണ്. ഇനി മുതൽ കുറച്ച് വീഡിയോസിന് വെച്ചൊരു എന്താ പറയുക ലാഗിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും കുറച്ച് ഡേയ്സ് ഒക്കെ, കാരണം നമ്മളിപ്പോൾ ചെറിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. എനിക്ക് സമയം ഇപ്പോൾ കുറച്ചാണ് കിട്ടുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയാൽ പറയട്ടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു കണ്ടന്റ് വൈസ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നിങ്ങളത് കാര്യമാക്കണം. നിങ്ങളപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എന്നും എനിക്ക് തരിക. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ക്യാൻവസ് സ്റ്റാൻഡ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് മരക്കഷ്ണങ്ങളും പിന്നെ എടുത്തിരിക്കുന്ന സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വേറെ സംഭവം. ഇത് വേറൊന്നുമല്ല, നമ്മുടെ വിജാഗിരിയാണ്. പ്രത്യേക ഒരു സൈസ് ടൈപ്പുള്ള വിജാഗിരിയാണ്. ശരിക്കും അവർ യൂസ് ചെയ്യുന്ന വേറെ ഒരു ടൈപ്പുള്ള സംഭവം തന്നെ. ഇതിൻ്റെ ഒരു സെയിം ഫങ്ഷണാലിറ്റി തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ഇപ്പം ആ സൈഡിൽ ഫോട്ടോ കാണിക്കാം അതിൻ്റെ. ഇത്രയും സംഭവങ്ങളും പിന്നെ നമുക്ക് കുറച്ച് സ്ക്രൂ ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്യാൻവസ് പെയിൻറ്റിങ് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങുമല്ലേ. ആദ്യം തന്നെ ഒരേ നീളമുള്ള 2 പല കഷ്ണങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇതുണ്ടാവട്ടെ, അതുകൊണ്ട് സാരമാക്കേണ്ടതെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ അളവിലുള്ളതാണ്. രണ്ട് 1/2 മീറ്റർ എടുത്തിട്ടുണ്ട് ഇത്. പിന്നെ അതേപോലെ തന്നെ അതിനേക്കാളും ഒരു ഇച്ചിരിയോടെ കുറവുള്ള ഒരു ഇതും കൊണ്ട് നമ്മൾ എടുക്കണം. അങ്ങനെ മൊത്തം ഇത് മെയിനായിട്ട് 3 മരക്കഷ്ണങ്ങളാണ് ആവശ്യം വരുന്നത്. പിന്നെ വേണ്ടത് ഇത് നമ്മുടെ പെയിൻറ്റിങ് ക്യാൻവസ് വെക്കാൻ പാകത്തിനുള്ളതും. ഇതിനകത്തേക്കാണ് ഇങ്ങനെയൊക്കെയാണ് ആ സംഭവം കറക്റ്റായിട്ട് മാതി വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാൻവസ് സ്റ്റാൻഡിൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഈ സ്ട്രക്ചർ നമ്മളൊന്ന് ഫുൾ ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ ഭയങ്കര പട്ടികളുടെ കുര നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് പട്ടികളുടെ കുരയുടെ സൈഡ് ഇതൊക്കെ അധികം വിഷയമാക്കണ്ട കേട്ടോ. നമുക്കപ്പം നമ്മുടെ വീട് നാട്ടിൻപുറത്തല്ലേ, അപ്പോൾ അതിൻ്റെ പല ഒച്ചകളൊക്കെ കാണുമായിരിക്കും. നമുക്കപ്പോൾ നമ്മുടെ ഈ ക്യാൻവസ് സ്റ്റാൻഡ് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതല്ലേ, ഇവിടെ ആദ്യം വെച്ചില്ലേ ഇത് അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോഴേ ഞാൻ നോക്കിയപ്പം സ്ക്രൂ ചെയ്യേണ്ട ഒരു തിക്നെസ് നമ്മൾ എടുത്തേക്കണ എന്താ പറയുക മരക്കഷ്ണത്തിനില്ല. അതുകൊണ്ട് ചെറിയ മുള്ളാനെയാണ് നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ നമുക്കൊന്ന് ചുമ്മാ സ്ക്രൂ ചെയ്യാൻ വേണമെങ്കിൽ. പലരും പല രീതിക്കാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇതിപ്പം എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ടൈപ്പാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചതായിരുന്നു. പലതും പല ടൈപ്പിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കുമ്പോൾ ഇതിന് ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു 1000 രൂപ 1500 രൂപയൊക്കെയാണ് നമ്മുടെ ഈ സ്റ്റാൻഡിന് വില വന്നിട്ട്. അപ്പോൾ എന്തിനാണ് നമ്മളതിന് കൊടുക്കുന്നത്? ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറേ മരക്കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അടുത്തൊരു പീസ് നമ്മൾ ഇത്
ഈ ഒരു പീസ് നമ്മൾ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്, അത് ഞാൻ വീട് അവസാനം കാണിച്ചു തരാം. സംഭവം സെറ്റായിട്ട് വരണമല്ലോ. ഹൈറ്റ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യാട്ടോ. എനിക്കിപ്പോൾ ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഇതിലെടുത്തതുള്ളൂ. അല്ല, നമ്മളിങ്ങനെ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതിൽ വെച്ച് എങ്ങനെ നമുക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞ്. ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫസ്റ്റ് ക്യാൻവസ് പെയിൻറ്റിങ്ങിൻ്റെ ആ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ പോകും വഴിയിലൊക്കെ കാണുന്ന ഒരു സംഭവം. ആ വീഡിയോ നിങ്ങൾ കാണാത്തൊരനുസരിച്ച് ഒന്ന് കണ്ടു നോക്കട്ടോ, നമ്മുടെ ഫസ്റ്റ് ക്യാൻവസ് പെയിൻറ്റിങ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെയ്യാനുണ്ട് പെയിൻറ്റിങ്സ് ഓരോന്ന്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ആ ഒരു ക്ലാസ് സെക്ഷനിൽ കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയുക പറ്റുന്നില്ല. പല സമയങ്ങളിലും ഫുൾ അതിൻ്റെ ഓരോരോ ക്ലാസ്സിൻ്റേതായ ഒരു ഇതിൽ പോവുകയാണ്, മൂഡിലാണ്. അപ്പോൾ മിക്കവാറും ഇനിയിപ്പോൾ വീഡിയോകളുടെ എണ്ണം കുറഞ്ഞ് 2-3 വീഡിയോസൊക്കെ ആവുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെ മിസ് ചെയ്യില്ല, എന്തായാലും ഞാൻ നിർത്തില്ല പരിപാടി. എന്തായാലും ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കട്ടെ എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞു പോലും, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അത് നിങ്ങൾ ലൈക്കായിട്ടും ഷെയറായിട്ടും സബ്സ്ക്രൈബായിട്ടും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്യാൻവസിൽ ഫ്രണ്ട് വന്നിട്ട്. നമ്മുടെ ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഇതുണ്ട്, ഇത് ഈ സെൻറ്ററിൽ വരുന്ന പോർഷനാണ്. അതുകൂടെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പോർഷനിലാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ വിജാഗിരി പോലത്തെ ഒരു സംഭവം. അവർ വേറൊരു അതിന് സംഭവമായിട്ട് കറക്റ്റായിട്ടുള്ളൊരു വിജാഗിരി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ അധികം ഇപ്പോൾ സേഫ് അല്ലല്ലോ, കാരണം കൊറോണ ഇപ്പോൾ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം സേഫ് അല്ല. കാരണം നമ്മളിപ്പം കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി ഇവിടെയൊക്കെ കുറച്ചും കൂടി കൂടുതലാണ്. എറണാകുളം ജില്ലയിൽ പൊതുവേ ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ കൂടുതലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാലോ. അപ്പോൾ അവിടെ പുറത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ കടന്ന ഒരു പഴയൊരു ഇതിൻ്റെ നമ്മൾ സ്ക്രൂ എന്ന് വെച്ച് വിചാരി പറിച്ചെടുത്ത സംഭവം ഇത്. അതുകൊണ്ടാണ് ഒരു കളറില്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് നല്ലത് മേടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനത്തെ തന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മറ്റേ ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അങ്ങനെ സ്ക്രൂ ചെയ്തു കേട്ടോ. കണ്ടോ മൂക്ക് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെച്ച് നോക്കാം കേട്ടോ. അപ്പോഴേ സംഭവം നമ്മളൊന്ന് നേരെ വെച്ച് നോക്കിയായിരുന്നു. അന്നേരം ഇല്ലേ ഇതിനകത്ത് കുറച്ച് പൊക്കം കൂടിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ചത് മുറിച്ച് കളയാണ്. നമുക്ക് ഏത് പ്രോബ്ലത്തിന് കുറച്ച് നമ്മൾ മുറിച്ച് കളയാണ്. ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ കളയാൻ നമ്മൾ ചെറിയൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ നമ്മുടെ സെൻറ്ററിലുള്ള ചെറിയൊരു എന്താ പറയുക മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഇത്തിരി കുറവുള്ളൊരു പല കഷ്ണം. അത് നമ്മൾ കുറച്ച് അതിൻ്റെ ഇത് മുറിച്ച് കളയാട്ടോ. അപ്പോൾ നമ്മളതങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇനി പൊക്കം കൂടുതലാണ്, ഇനി പൊക്കം കൂടുതലല്ല. അപ്പം ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ കാണുമ്പോൾ ഒരു ഇത് വെച്ചിട്ട് പൊക്കം കൂടുതലാണോ എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മുറിച്ച് കളഞ്ഞ കേട്ടോ. നമുക്കിനിപ്പോൾ എന്തായാലും സംഭവം ഒന്ന് എടുത്ത് വെച്ച് നോക്കാം പൊക്കം കൂടുതലാണോ. കോഴി നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് കയറി വന്നിരിക്കുകയാണ്. വലിയ പൊക്കം കൂടുതലൊന്നുമില്ല കേട്ടോ. നമ്മുടെ മറ്റേ ആദ്യം കാണിച്ച സംഭവമില്ലേ, അതെന്തിനാണെന്നറിയോ, ഈ സംഭവം ഇങ്ങനെ നമുക്ക് ഹൈറ്റ് അനുസരിച്ച് വെക്കാനൊക്കെ ആയിട്ടാട്ടോ. കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയാണ് നമ്മുടെ ആദ്യത്തെ വിജാഗി നമ്മൾ ഫിറ്റ് ചെയ്തത് കേട്ടോ. ഇതല്ലേ വലിയ എന്താ പറയുക ഹൈറ്റ് കൂടുതലില്ല. ഹൈറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് വലിയ സംഭവം നീട്ടി വെച്ചാലോ കുറയ്ക്കാനായിട്ട്. ഇനിയും പരിപാടി ഉണ്ട്. നമ്മുടെ ക്യാൻവസ് വെക്കാറായിട്ടില്ല. ഇനിയത്തെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവസ് വെക്കാനായിട്ട് ഇവിടെ നമ്മൾ വേറൊരു ഇതും കൂടെ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ക്യാൻവസ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ അതാണ് ഇവിടെ ആദ്യത്തെ ഒരു പലാകഷ്ണം ഞാൻ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് നമ്മളിവിടെ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമുക്ക് ഓരോ ക്യാൻവസിനും പല പല ഹൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ മേളിലോട്ട് താഴെ വരെ ഒരു 4 ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ച് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോൾഡാം. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മളപ്പോൾ അതിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. രാത്രി ആവാറായിട്ടോ. അപ്പോഴേ ഇത് ഡേ 2 ആണ്. ഇന്നലെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം സന്ധ്യയായി പോയായിരുന്നു. ഫുള്ള് ഇട്ടൊക്കെ പിന്നെ രാത്രി വീഡിയോ എടുക്കാൻ അത്ര അങ്ങ് ക്വാളിറ്റി വൈസ് കുറയുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ പിറ്റേ ദിവസം ആയിക്കോളെന്ന്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സ്റ്റാൻഡിന് പണി കഴിഞ്ഞു. അതിൻ്റെ ചെറിയ പാളിപ്പോയി പരിപാടി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം കേട്ടോ. പാളിപ്പോയി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ കണ്ടോ, നമ്മൾ കറക്റ്റ് ഹോൾ ഇട്ടത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു അബദ്ധം പറ്റി, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്റിമീറ്റേഴ്സ് തമ്മിൽ മാറിപ്പോയി. ഒരു വശത്തെ ഹോൾ ഇട്ടത് കറക്റ്റ് ആയിരുന്നു, അപ്പുറത്തെ വശത്ത് ഹോൾ ഇട്ട് കഴിഞ്ഞപ്പോഴേ കുറച്ച് കയറി ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ആ ഹോള് രണ്ടാമത് ഒന്നും കൂടി ഇടേണ്ടി വന്നു. അതാണ് നിങ്ങളിവിടെ കാണുന്ന ഈ 2 ഹോളുകൾ കേട്ടോ. പിന്നെ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മറ്റേ സലീംകുമാർ ആ സിനിമയെ പറയുന്ന പോലെ ഞാൻ ഒരു ഭാഗത്ത് വരച്ചിട്ട് കാരണം മറ്റേ ഭാഗത്തും കൂടി മറ്റേ പാട്ടോണ്ട് വരച്ചെന്ന് പറയുന്ന ഒരു സിനിമ പറയല്ലേ, അതുപോലെ തന്നെ ഞാൻ ഒരു ഭാഗത്ത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ മറ്റേ ഭാഗത്തും കൂടി വേറെ ഹോള് താഴെ വരെ ഓരോരോ ഹോളിട്ട് കൊടുത്തേക്കുമായിരുന്നു കേട്ടോ. ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യേണ്ട പരിപാടി. അപ്പോൾ നമ്മുടെ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഇച്ചിരി ഒരു സ്ട്രൈറ്റും കൂടി ഇച്ചോടൊന്നും ആവാനുണ്ട്, അത് നമുക്ക് വേറെ പരിപാടി ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ സൈഡിലൊന്ന് താഴെ ഇച്ചിരി ഒരു പൊക്കം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ക്യാൻവസ് സ്റ്റാൻഡ് റെഡിയായി. ഇനി നമുക്ക് ക്യാൻവസ് വെച്ച് നോക്കാം അതിനകത്ത്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ക്യാൻവസ് സ്റ്റാൻഡ്. അതിനായിട്ട് ഞാനിപ്പം 2 സ്ക്രൂ ആണ് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് വലിപ്പത്തിലുള്ള നമ്മൾ ഹോൾട്ട് കൊടുത്തതിൻ്റെ കറക്റ്റ് വലിപ്പത്തിലുള്ള നട്ട് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. പിന്നെ നമ്മൾ ക്യാൻവസ് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്, മരക്കഷ്ണം കൂടി. നമ്മുടെ ഇതിന്റെ മെക്കാനിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടോ. പലരും പല പല രീതിക്കാണ് ക്യാൻവസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉള്ളത്. നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ചെയ്തേക്കുന്നുള്ളൂ. ഇതോ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. ഇനി അപ്പോൾ അതിനകത്തേക്ക് ക്യാൻവസ് നിങ്ങളെ വെച്ച് കാണിച്ചു തരാം. നമ്മളപ്പോൾ ഒരു ക്യാൻവസ് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവസ് നമ്മൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസ് നമ്മൾ വാങ്ങിയതാട്ടോ. ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കണം. നമ്മളപ്പോൾ ആദ്യം ചെറിയ 2-3 ക്യാൻവസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ക്യാൻവസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ വലുതിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു ദിവസം നമ്മൾ ഇതേ നമ്മുടെ ക്യാൻവസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ ക്യാൻവസിൽ പെയിന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാൻവസ് വെക്കാട്ടോ. കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ക്യാൻവസ് സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇതുപോലുള്ള DIY സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.